നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സന്നാഹ മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്തോ അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തു അർജന്റീന. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഐസ്ലൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പിന് സുസജ്ജം എന്നിതാ അർജന്റീന പ്രഖ്യാപിക്കുന്നു. ലയണൽ മെസ്സി കളിക്കളത്തിലേക്ക് ഇറങ്ങി തൊട്ടു പിന്നാലെ പെനാൽറ്റി അദ്ദേഹം ഗോളാക്കി മാറ്റി. അതുപോലെ ബാർക്കോയുടെ ഒരു കിടിലൻ ഗോൾ ഉണ്ടായിരുന്നു. പിന്നെ തിയാഗോ അൽമേഡയുടെ കിടിലൻ ഒരു ടീം ഗോളിൽ മത്സരം അവരങ്ങ് ഫിനിഷ് ചെയ്തു. ഏകപക്ഷീയമായ 3 ഗോളിൻ്റെ വിജയം അർജന്റീന നേടുന്നു. കളി പൂർണ്ണമായിട്ടും എല്ലാവർക്കും അവസരം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വ്യത്യസ്തമായ ഫോർമേഷനും കൊണ്ടൊക്കെയാണ്, ലൈനപ്പും കൊണ്ടാണ് സ്കലോനി ടീമിനെ ഇറക്കിയത്. റുള്ളിയാണ് ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നത്. അഗസ്റ്റിങ്കി, ഓട്ടാമെൻഡി, ലിച്ച മാർട്ടിനസ്, മെദിന എന്നിവർ ഡിഫൻസിൽ, അതുപോലെ ഹുലിയാനോ സിമിയോണി, ലോ ചെൽസോ, പെലാസിയോസ്, ബാർക്കോ എന്നിവർ മധ്യനിരയിൽ, പിന്നെ ഫ്ലാക്കോ ലോപ്പസ് ഉണ്ടായിരുന്നു മുന്നേറ്റത്തിൽ ഗോളടിക്കാൻ, ഒപ്പം നിക്കോപാസും ഉണ്ടായിരുന്നു. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു 11 കൊണ്ട് ഇറങ്ങിയ അർജന്റീന കളിയുടെ 8ാമത്തെ മിനിറ്റിലാണ് വാലന്റിൻ ബാർക്കയുടെ ഗോൾ. ഒരു ഫ്രീ കിക്ക്, അതിനെ തുടർന്ന് ബോക്സിലുണ്ടായ കൂട്ടപ്പൊരിച്ചിൽ, പന്ത് ബോക്സിന് വെളിയിലേക്ക് കിടിലൻ ഒരു ഫിനിഷിങ്, ഞെട്ടിക്കുന്നൊരു ഷോട്ട് വലയിലേക്ക്. 1-0 അർജന്റീന മുന്നിൽ. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ 1-0 മുന്നിലായിരുന്നു. പിന്നീട് രണ്ടാം പകുതിയിൽ സ്വാഭാവികമായിട്ട് ഇത് ഫ്രണ്ട്ലി മത്സരമാണല്ലോ, സബ്സ്റ്റിറ്റ്യൂഷനുകളിലേക്ക് കോച്ച് പോയി. കളിയുടെ 46ാമത്തെ മിനിറ്റിൽ ക്യൂട്ടി റൊമേറോ വന്നു. അതുപോലെ തന്നെ ലൗട്രോ മാർട്ടിനസ് കളിക്കളത്തിലേക്ക് ഇറങ്ങി. റോദ്രിഗോ ഡി പോൾ, അലക്സിസ് മാക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ് എന്നിവരൊക്കെ കളിക്കളത്തിലേക്ക് വന്നു. കളി പുരോഗമിക്കവേ നിക്കോ ഗോൺസാലസും അതുപോലെ തന്നെ തിയാഗോ അൽമേഡയും കളിക്കളത്തിലേക്ക് വന്നു. കളിയുടെ 60 മിനിറ്റ് ആകുമ്പോഴാണ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. പിന്നെയല്ലേ രാജാവിൻ്റെ വരവ്. കളിയുടെ 70ാമത്തെ മിനിറ്റിൽ ലിയോ മെസ്സി ഹുലിയാനോ സിമിയോണിയെ പിൻവലിച്ച് ലിയോ മെസ്സിയെ കളിക്കളത്തിലേക്ക് വിടുന്നു. തൊട്ടു പിന്നാലെ ലഭിച്ച പെനാൽറ്റി മെസ്സി ഗോളാക്കി മാറ്റുന്നു. യെസ് അർജന്റീന 2-0 മുന്നിൽ. കഴിഞ്ഞില്ല, കളി പിന്നെയും കിടപ്പ്. കളിയുടെ 86ാമത്തെ മിനിറ്റിലാണ് ഡ്രീബോൾ പന്തുമായിട്ട് ഓടിക്കയറുന്നു. വലതുപാർശ്വത്തിൽ മെസ്സി ഉണ്ട്. മെസ്സിക്ക് കൊടുക്കുന്നു, വീണ്ടും മെസ്സി തിരികെ കൊടുക്കുന്നു. അവിടെ നിന്നത് അൽമേഡയിലേക്ക്. അൽമേഡയുടെ ഫിനിഷ്, വാട്ട് എ ഗോൾ. കിടിലൻ നീക്കത്തിലൂടെ അർജന്റീനയുടെ ഗോൾ പിറക്കുന്നു. 3-0 വിജയം അർജന്റീന സ്വന്തമാക്കുന്നു. ഐസ്ലാൻഡ് താരങ്ങൾ നന്നായിട്ട് ടാക്കിളൊക്കെ ചെയ്ത്, ഇത് മനഃപൂർവ്വമാണോ എന്ന് പോലും ചില കടുത്ത അർജന്റീന ആരാധകർക്ക് തോന്നിപ്പോകും. അങ്ങനെയുള്ള ടാക്കിളും ഫൗളുകളൊക്കെ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. എനിവേ മത്സരം ഒടുവിൽ അർജന്റീന 3-0 വിജയിച്ച് ഗംഭീര വിജയത്തോടുകൂടി വേൾഡ് കപ്പിന് സജ്ജം. ഇനി കാണാം അൾജീരിയക്കെതിരെ ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.